അപ്പൊ ഈ ഫിത്നയാണ് യഥാർത്ഥത്തിൽ അവർ കൊണ്ടുവന്നത്. അത് യമനിലെ ദമ്മാജിയുടെ നാട്ടുമ്പുറത്ത് പറ്റും, അവിടെ പോലെ ഉണ്ടാവുള്ളൂ. അത്തിക്കാട് പ്രയോഗിക്കാൻ പറ്റും, ആണും പെണ്ണും കൂടാൻ പറ്റുമെന്ന് അവിടെ പറയാം. പക്ഷെ അവിടുന്ന് പുറത്തിറങ്ങിയിട്ട് ബസ്സിൽ കൈയാട്ടാൻ പറ്റൂല. കൈയാട്ടി നിർത്തിയിട്ട് ബസ്സിൽ പെണ്ണുങ്ങളുണ്ടോ? ഇല്ല, എന്താ കയറിക്കോളാം, ഉണ്ടെങ്കിൽ നിങ്ങൾ വിട്ടോളൂ, ഞാൻ ഇല്ലാണ്ടിരും. എന്നോട് ഒരുത്തം പറഞ്ഞു, എന്താ KSRTCക്ക് പോയാൽ പോലെ ഞാൻ മ്യൂസിക് ഇല്ലാതെ പോകാലോ ബസ്സിൽ. പിന്നെ ബസ്സിൽ മ്യൂസിക് ഉണ്ടാവുമല്ലോ, മ്യൂസിക്കുള്ള ബസ്സിൽ കയറാൻ പാടില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എങ്ങനെ കുഞ്ഞ പിന്നെ ബസ്സിൽ കയറുക? അല്ല, KSRTCക്ക് പോകണം. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കിപ്പോ കോട്ടക്കുന്ന് കോഴിക്കോട്ടേക്ക് KSRTC കിട്ടും, എനിക്ക് കോട്ടക്കുന്ന് പുതുപ്പറമ്പ് ഒറ്റ KSRTC ഇല്ല. അപ്പൊ ഞാൻ എന്താ ചെയ്യാ? KSRTC ഉള്ള റൂട്ടിനൊക്കെ എനിക്ക് കയറാം, ഉള്ള നാട്ടിൻപുറത്തൊക്കെ KSRTC ഉണ്ടാവുമോ? അപ്പൊ യഥാർത്ഥത്തിൽ അവിടെ പ്രായോഗിക തലമുണ്ട്. ഞാൻ ആ ബസ് കയറുമ്പോ അവിടെ മ്യൂസിക് ഉണ്ട്, കാര്യങ്ങൾ കേട്ടിരിക്കലാ? അല്ല, അയക്കുമ്പോ ശ്രദ്ധിക്കാൻ പാടില്ല. നമ്മളല്ലാത്ത വഴിക്ക് ചിന്തിക്കണം. അവിടെ സ്ത്രീകളുണ്ട്, അവിടെ നോക്കാൻ പറ്റൂല. അവിടെ കണ്ണ് താഴ്ത്തണം, നമ്മളെ നിയന്ത്രിക്കണം, മര്യാദ പാലിക്കാനുണ്ട്. നമ്മൾ ജീവിക്കുന്ന നാടും സന്ദർഭവും സാഹചര്യവും നോക്കണം. ബസ് കയ്യാട്ടി നിർത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇതിനാണ് ഇനി സക്കരിയ കളിയാക്കുകയാണ്. ഇനി സക്കരിയാന്റെ ഇതിനുള്ള മറുപടിയാണ്, ആർക്ക് ഫൈസലിന് കൊടുക്കുന്ന മറുപടിയാണ് ഇനി അതിന്റെ ബാക്കിയിൽ തന്നെ കേൾക്കാം നമുക്ക്. അള്ളാഹു ഖൈർ ചെയ്യട്ടെ. ഇതിന് മെഹറമല്ലാത്ത പെണ്ണുങ്ങളുണ്ടോ? എന്നാ ഞാൻ അല്ല, നിങ്ങൾ പോയിക്കോളി എന്ന് പറയാ. ഇതൊക്കെ പൊതു സ്റ്റേജിൽ വെച്ച് എന്റെ ഒരു സുഹൃത്തിനെ കുറിച്ച് ഞാൻ മഞ്ചേരി പറഞ്ഞപ്പോ 130 മുഖാമുഖം നടത്തിയ ആള് എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ പരിഹസിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തോടുള്ള അസൂയ ഉണ്ടോ പറഞ്ഞതല്ല, അങ്ങനെ പറ്റി പ്രചരിപ്പിക്കുന്നത്. ഈ 130 മുഖാമുഖം നടത്തിയത് ആദർശത്തിന് വേണ്ടിയാ, സെലഫി ആദർശത്തിന് വേണ്ടിയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയുള്ളൊരു സുഹൃത്ത് ഒരു മാസം തികയും മുമ്പ് ഇങ്ങനെ സംസാരിച്ചാലോ? അപ്പൊ എവിടെയാണല്ലോ കുഴപ്പം പറ്റിയിട്ടുള്ളത്? ആ ആദർശത്തിന് വേണ്ടിയല്ലേ അദ്ദേഹം ഇപ്പോഴും ആ ആദർശത്തിന് നേരെ വിരുദ്ധമായ റൂട്ടിലാണ് സംസാരിക്കുന്നത്. എന്റെ നാട്ടിലേക്ക് KSRTC ഇല്ല, അപ്പൊ മ്യൂസിക് ഇല്ലാത്ത ബസ് എനിക്ക് കയറാൻ പറ്റൂല. അപ്പൊ പറഞ്ഞിപ്പോ എവിടെത്തി? മടവൂരുകൾ പറഞ്ഞിടത്തെത്തി. അപ്പൊ മ്യൂസിക് കയറാമെന്ന് ഈ കാലത്ത് പറയാൻ പറ്റൂല, ആണും പെണ്ണും കൂടിക്കലരുന്നൊന്നും തെറ്റാന്ന് ഈ കാലത്ത് പറയാൻ പറ്റൂല. പറഞ്ഞപ്പോ അതാ സെലഫിയത്ത് ഈ കാലഘട്ടത്തിൽ പ്രായോഗികമല്ല എന്നിടത്തേക്ക് നമ്മൾ പറഞ്ഞെത്തുകയാണ്. ഒരുപക്ഷെ നമ്മളൊക്കെ സെലഫിയത്ത് ജീവിതത്തിൽ പകർത്തുന്നതിൽ, അത് പ്രാക്ടിക്കലാക്കുന്നതിൽ നമുക്ക് പല വീഴ്ചകളും സംഭവിക്കുന്നുണ്ടാകാം. അതൊക്കെ നമ്മൾ ഓരോരുത്തരെയും കുറ്റാണ്. പക്ഷെ അതുകൊണ്ട് സെലഫിയത്ത് പ്രായോഗികമല്ല എന്ന് പറയാൻ പറ്റുമോ? ഞാൻ പൂർണ്ണമായും സെലഫിയത്ത് ജീവിതത്തിൽ പകർത്തുന്നില്ല എങ്കിലും എന്നോടൊരാൾ ചോദിച്ചാൽ ദീനിന്റെ ഹുക്കം ഇങ്ങനെയാണ്, നമ്മളൊക്കെ പലരും അതിൽ വീഴ്ച വരുത്തുന്നുണ്ടാകാം എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. എനിക്കൊപ്പിച്ച് ഞാൻ സെലഫിയത്തിൽ വെള്ളം ചേർക്കാൻ പറ്റുമോ? നമ്മൾ പറയുമ്പോ നമ്മൾ 100% പറയാം. അത് 100 എടുക്കുന്നവരുണ്ടാവും, 90 എടുക്കുന്നവരുണ്ടാവും, 80 എടുക്കുന്ന 50 എടുക്കുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ഒരിക്കലും വെള്ളം ചേർക്കാൻ പാടില്ല. പക്ഷെ ആ രീതിയിലുള്ള ഒരു സ്വഭാവമല്ല ഇപ്പൊ നമ്മുടെ സുഹൃത്തുക്കൾക്ക് കാണുന്നത് എന്നതിൽ വളരെ ദുഃഖമുണ്ട് എന്ന് പറയാണ്. ഇപ്പൊ ന്യായീകരിച്ച് എങ്ങോട്ടുള്ള ആളുകൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ നടപ്പിലാക്കാൻ കഴിയോ നോക്കിയിട്ടാണ് ഇസ്ലാമിന്റെ ഹുക്കുമ് പറയാ. കയ്യിനോട് തോട്ടെ, നമ്മൾ പറയുമ്പോ 100% പറയണം. ഇവിടെ വന്നോല്ലോ, ഇപ്പൊ 100% എടുക്കണോലുണ്ടാവും, 35 എടുക്കണുണ്ടാവും, 50 എടുക്കണ, 90 എടുക്കണുണ്ടാവും. ഒന്നും എടുക്കാതെ എന്റെ കുറ്റം പറയാൻ വന്നവനുണ്ടാവും. മോനോന്റെ വൈക്കോയിക്കോട്ടെ. പക്ഷെ പറയുമ്പോ 100% പറയണ്ടേ? എന്നിട്ട് 130 മുഖാമുഖം നടത്തിയാൽ പറയാണ് ആണും പെണ്ണും കൂടി കലരുന്നതിനെ കുറിച്ച് മുതിർന്ന പെണ്ണുങ്ങളെ മുമ്പിൽ ഇരുന്ന് ക്ലാസ് എടുക്കുന്നതിനെ പറ്റി പറഞ്ഞപ്പോ നമ്മൾ ട്രെയിനിൽ കയറുന്നില്ലേ, ബസ്സിൽ കയറുന്നില്ലേ? നോക്കിങ്ങള് ട്രെയിനിൽ കയറുന്നില്ലേ, ബസ്സിൽ കയറുന്നില്ലേ? അപ്പൊ ബസ് കയ്യാറ്റി നിർത്തിട്ട് അതിൽ മെഹറമല്ലാത്ത പെണ്ണുങ്ങളുണ്ടോ? നിങ്ങൾ പോയിക്കോളി. നിങ്ങളെ വീട്ടിൽ ചെന്ന അനുജന്റെ ഭാര്യ ഉണ്ടാവില്ലേ? ഇതൊക്കെ ആരെ വർത്താന? മടവൂരിനെ കൂടി പിന്നിലാക്കിയില്ലേ? ആരാ പറഞ്ഞ 130 മുഖാമുഖം നടത്തിയ ആള്? പറ്റുമോ? പറ്റിയത് അഹ്ലുൽ സ്വഭാവം. അത് മനസ്സിലായില്ലേ? അഹ്ലുൽ എന്ന് പറഞ്ഞാൽ എന്താ? ദേഹേച്ഛയുടെ ആളുകൾ. പ്രമാണം വ്യക്തമായി ഉണ്ടായിട്ടും അതിനെ കൊഞ്ഞനം കുത്തി സംസാരിക്കുക. ഞാൻ ചോദിക്കട്ടെ, ട്രെയിനിൽ കയറില്ലേ, ബസ്സിൽ കയറില്ല എന്നാ പിന്നെ ഇതിനാ പള്ളിയിൽ നമ്മൾ വേറെ ആക്കണേ? കൂടിക്കലർത്തിയിരുന്നോട്ടെ. എന്തിനാ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും വേറെ ബെഞ്ച്? ഇപ്പൊ ഗവൺമെന്റ് അതാ പറഞ്ഞേ, പട്ടികൊക്കെ കലർത്തി എഴുതണം, ബെഞ്ചുമൊക്കെ ഒന്നിച്ചിരുന്നോട്ടെ എന്നാ. ആണും പെണ്ണൊക്കെ അങ്ങനെ ഇരുന്നോട്ടെ എന്ന് വെച്ചാ പോരെ? എന്താ ട്രെയിനിൽ കയറില്ലേ, ബസ്സിൽ കയറില്ലേ? എല്ലായിടത്തും ചോദിച്ചൂടെ? മരിച്ച വീട്ടിൽ എന്തിനാ വേറെ ആക്കണേ? കല്യാണ വീട്ടിൽ എന്തിനാ വേറെ ആക്കണേ? പള്ളിയിൽ എന്തിനാ വേറെ ആക്കണേ? സ്കൂളിൽ കോളേജിൽ എന്തിനാ വേറെ ആക്കണേ? ഇതൊക്കെ അഹ്ലുൽ വർത്താന. അത് നമ്മൾ പറയാൻ പാടില്ല. എത്ര പെട്ടെന്നാ മനുഷ്യന്മാർക്കൊക്കെ മാറ്റം വന്ന് നോക്കിക്കൾ. എത്ര പെട്ടെന്ന് സലഫിയത്തിന് വേണ്ടി ശബ്ദിച്ചവർ, സലഫിയത്തിന് വേണ്ടി വാദിച്ചവർ ഹിസ്ബിയത്ത് തലക്കേറിയപ്പോ കോലം മാറിയതുണ്ടോ? ഇത് പറയാതിരിക്കാൻ വയ്യ, സങ്കടം കൊണ്ട് പറയാണ്. സുഹൃത്തുക്കളെ, ഇപ്പോഴുണ്ടാക്കുന്ന സംഭവ വികാസങ്ങളിൽ എനിക്കോ എന്റെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലുമോ ഒരു സന്തോഷമല്ല. പക്ഷേ പറയേണ്ട ചില കാര്യങ്ങൾ പറയുമ്പോൾ ചില ആളുകൾക്ക് വിഷമുണ്ടാകും. ഇത് ഫിത്തനയല്ലേ എന്നാണ്. ഫിത്തനയ്ക്ക് പല അർത്ഥമുണ്ട്.
ഫിത്തനക്ക് അറബിയിൽ ശരിക്കുള്ള അർത്ഥം പരീക്ഷണം എന്നാണ്. ശരിയാണ്, ഇത് പരീക്ഷണമാണ്. നമുക്ക് എല്ലാവർക്കും പരീക്ഷണം. ആരൊക്കെ ഹക്കിൽ ഉറച്ചു നിൽക്കും, ആരൊക്കെ ഇഖ്ലാസ് കാണിക്കും എന്ന് ഓരോ സന്ദർഭത്തിലും അള്ള പരീക്ഷിക്കാണ്. അതല്ലാതെ കുഴപ്പമുണ്ടാക്കലല്ലേ എന്നാണ് നിങ്ങളെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ അത് മടവൂർ വിഭാഗത്തിന്റെയും ഖുറാഫികളെയും വർത്താന. നമ്മളൊരു സ്ഥലത്ത് പ്രസംഗം വെച്ച അപ്പം മുസ്ലിയാർ പറയും, യാതൊരു കുഴപ്പമില്ലാത്ത ഈ മഹലിൽ ഫിത്തനുണ്ടാക്കാൻ വഹാബികൾ വന്നു, ഇനി ഓല ഇങ്ങോട്ട് വരാനേക്കരുത്. നമ്മളെന്താ അവിടെ ചെയ്തത്? തൗഹീദ് പറഞ്ഞ്, സുന്നത്ത് പറഞ്ഞ്, ശിർക്കും വിദത്തും വേർപെടുത്തി. അത് ഫിത്തനയാണ് ഓല് പറയാ. ഹക്ക് വെളിപ്പെടുത്തുന്നത് എല്ലായിടത്തും അതാ പറയാ. ജമാഅത്തെ ഇസ്ലാമിക്കാരെന്താ പറയാ? ചേന്നമംഗലൂർ ചെന്ന് നിങ്ങൾ ജമാഅത്തിനെ കുറിച്ച് പ്രസംഗിച്ചു നോക്കാണ്, ഫിത്തന 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 അല്ലേ? അപ്പൊ ഹക്ക് വെളിപ്പെടുത്തൽ ഫിത്തനയല്ല. ഹക്ക് വെളിപ്പെടുത്തിയേ പറ്റൂ. ഹക്ക് വെളിപ്പെടുത്തുമ്പോ ചില ആളുകൾക്കൊക്കെ വിഷമുണ്ടാകും. പക്ഷെ അത് സലഫിയത്തിന്റെ രീതിയല്ല. ഹക്ക് വെളിപ്പെടുത്തിയേ പറ്റൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയേണ്ടത് നമ്മൾ പറയുക തന്നെ. വിഷയം എന്താന്ന് ഞാൻ ചുരുക്കത്തിലാണ്ട് പറഞ്ഞുതരാം. പ്രോഫ്കോണായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പ്രോഫ്കോണിന് പെണ്ണുങ്ങളെ പങ്കെടുപ്പിക്കണ്ടെന്ന് സക്കരിയ കേൾക്കണമെങ്കിൽ. അപ്പൊ മുജാഹിദീങ്ങള് അല്ല 17 കൊല്ലായി നമ്മൾ ഈ പണി തുടങ്ങിയിട്ട് ഇതുവരെ എല്ലാ പെണ്ണുങ്ങളും വന്നല്ല, എന്താ ഇപ്പൊ ഒരു പുതുമ. അപ്പൊ സക്കരിയ നബിയും സഹാബത്തും അങ്ങനെ പെണ്ണുങ്ങളെ പങ്കെടുപ്പിച്ചൊരു പ്രോഫ്കോൺ നടത്തിയതിന് രേഖയില്ലെന്നായി. അത് സലഫിന്റെ മാർഗമല്ലെന്നായി. തിരിയണങ്ങൾക്ക് നിങ്ങൾക്ക് ആ വിഷയം മനസ്സിലാക്കിക്കോളി. അത് സലഫിന്റെ മാർഗ അല്ല. അങ്ങനെ ഒരു പ്രോഫ്കോണിന് നബി തങ്ങൾ പെണ്ണുങ്ങളെ പങ്കെടുപ്പിച്ചിട്ട് പ്രോഫ്കോൺ സംഘടിപ്പിച്ചിട്ടില്ല. അത് സലഫിയത്തല്ല, സലഫിയത്ത് അനുസരിച്ച് ജീവിക്കണം എന്നായി. അപ്പൊ പിന്നെ സ്വാഭാവികം ബാലുവിന്റെ അനിയൻ ഇയാളോട് പറഞ്ഞു, അതെ സക്കരിയ അതിനൊരു കാര്യമുണ്ട്, ഈ സംഘടന മുക്കല്ലഫല്ലല്ലോ. കേക്കണങ്ങള്, സംഘടന മുക്കല്ലഫല്ലല്ലോ. വ്യക്തികളല്ലേ മുക്കല്ലഫാവുക, സംഘടന മുക്കല്ലഫാവൂലല്ലോ എന്നായി. അപ്പൊ പിന്നെ സക്കരിയന് അതൊക്കെ ഉണ്ട്. സക്കരിയന് മറുപടി അറിയാ, ഇന്റെ മണ്ട, സംഘടന എന്ന് പറഞ്ഞ ആൾക്കാർ കൂടുന്നതാണ്. കുറെ ആൾക്കാർ കൂടിയാലാണ് ഒരു സംഘടനയാവുക. അപ്പൊ വ്യക്തികൾക്കുള്ള എല്ലാ നിയമവും സംഘടനക്കും ബാധകമാവും. മറിച്ച് വ്യക്തികൾക്ക് മാത്രം നിയമങ്ങളും സംഘടനക്കാ നിയമം ഇല്ലാതിരിക്കുക എന്നുള്ളത് അത് ഉണ്ടാവൂല എന്നൊക്കെ പറഞ്ഞ് മൂപ്പര് കുറെ പറയാം. എന്നിട്ട് മൂപ്പര് പറയാണ്, ഈ വിഷയത്തില് നമുക്കുള്ള കാഴ്ചപ്പാട് സെലഫാണ്. നമ്മൾ ഇത്ര കാലമായി ചെയ്തു, എന്നാ ഇപ്പൊ മാറിക്കൂടെ, എന്താ മാറുന്നതിന്? ഇത്രകാലം നമ്മൾ പെണ്ണുങ്ങളെ വെച്ച് പ്രോഫ്കോൺ നടത്തി. അങ്ങനെ ഒരു സെലഫിന്റെ വാഗമില്ല, ഒഴിവാക്കണേന് എന്താ കുഴപ്പമെന്നാ സക്കരിയ ചോദിക്കണേ. പക്ഷെ മറ്റേ ഈ ഹിസ്ബിയാക്കൾക്ക് അത് പറ്റൂല. മാത്രമല്ല സക്കരിയാക്കൊരു വാദമുണ്ട്, സംഘടന എന്ന റസൂലുള്ളാഹിന്റെ കാലത്ത് ഇല്ലാത്തതാണ്. അതുകൊണ്ട് സംഘടന ഇനി അത്യാവശ്യ ഘട്ടാണെങ്കിൽ അതിനൊരു മാധ്യമമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ ലവാബിത്തിൽ അധിഷ്ഠിതമാവണം എന്നാ. എന്താ ലവാബിത്ത്? ഇങ്ങനെയുള്ള കുറെ ഷുറൂത്ത് എന്ന് പറഞ്ഞിട്ട് പിന്നെ ലവാബിത്താക്കി മാറ്റിയതാണ്. കുറെ നിബന്ധനകളുണ്ട്. സംഘടന ഇസ്ലാമികപരമാവണമെങ്കിൽ അതിന് കുറെ ഷർത്തുകളുണ്ട്. ആ ഷർത്തിൽ ഒന്നെന്താണ്? അത് സലഫിന്റെ മാർഗത്തെ അംഗീകരിച്ചു കൊണ്ട് അതിൽ നിന്ന് അണു ഇണ ചലിക്കാതെ മുന്നോട്ട് പോകണം. അതാണ് മൂപ്പര് വാദിക്കുന്നത്. അപ്പൊ സലഫിന്റെ മാർഗത്തിൽ ഈ പറഞ്ഞതൊന്നുമില്ല, പ്രോഫ്കോണില്ല, പെണ്ണുങ്ങളില്ല, ഈ പറഞ്ഞ പണിയൊന്നും പറ്റൂലെന്ന്. അഥവാ നമ്മളിത് പണ്ടേ എവിടുന്ന് പറഞ്ഞു? SGV എന്ന് പറയൽ തുടങ്ങി. കോട്ടൂർ ഉസ്താദ് എത്ര പ്രാവശ്യം ചോദിച്ചോ, അല്ല പിന്നെ ലൈറ്റ് എക്സിബിഷൻ റസൂലുള്ളാഹി നടത്തിയതിന് തെളിവ് വേണ്ട, പ്രോഫ്കോൺ നടത്തിയതിന് തെളിവ് വേണ്ട, അതൊക്കെ ചോദിച്ചു. ഇപ്പൊ മൂപ്പര് പറയാ ആ സംഭവം മൂപ്പർക്കും തിരിഞ്ഞു, അതൊന്നും നബിയും സഹാബത്തും നടത്തിയിട്ടില്ല, അതിൽ പെണ്ണുങ്ങളെ കൊണ്ടുവന്നിട്ടില്ല, അതുകൊണ്ട് അതൊന്നും സലഫിന്റെ മാർഗമല്ല, സലഫിന്റെ മാർഗത്തിൽ ഇല്ലാത്തത് കൊണ്ട് അതൊന്നും ചെയ്യാനും പാടില്ല. അത് സംഘടനന്റെ പേരിലായാലും ശരി, വ്യക്തിയുടെ പേരിലായാലും ശരി, പാടില്ലാത്തതാണ്. മൂപ്പര് ഒരാള് വിളിച്ചു, ഇൻഷാ അല്ലാഹ് ക്ലിപ്പ് എന്റെ അടുത്തുണ്ട്. ഒരു മൗലവി വിളിച്ചു സക്കരിയാന, സക്കരിയ അല്ല നിങ്ങൾ പറയുന്ന സലഫിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചരിക്കാൻ പാടില്ല എന്നല്ലേ? അപ്പൊ നമുക്ക് പെൺകുട്ടികളെ പ്രോഫ്കോണിന് പങ്കെടുപ്പിക്കാൻ പറ്റൂല എന്നല്ലേ നിങ്ങളെ വാദം? അപ്പൊ സക്കരിയ അങ്ങനെ തന്നെയാണ്, സലഫ് അങ്ങനെയാണ്, സലഫ് അങ്ങനെ ഒരു പ്രോഫ്കോണിൽ പെണ്ണുങ്ങളെ പങ്കെടുപ്പിച്ചിട്ടില്ല പറഞ്ഞു. അത് ശരി. അപ്പൊ പിന്നെ സലഫ് പെൺകുട്ടികളാ, ഈ പ്രായപൂർത്തിയായ പെൺകുട്ടികളാ മറ്റേ ഏതിന് നമ്മളെ മറ്റേ പഠിക്കാൻ വേണ്ടി പറഞ്ഞയച്ചിട്ടുണ്ടോ? സ്കൂളിലേക്ക് കോളേജിലേക്കൊക്കെ പറഞ്ഞയച്ചിട്ടുണ്ടോ? അതുകൊണ്ട് അമ്മക്ക് പറഞ്ഞയക്കാൻ പറ്റുമോ ചോദിച്ചു. അത് പറ്റൂല, അമ്മക്ക് പറഞ്ഞയക്കാൻ പറ്റൂല എന്ന് സക്കരിയായി. ഉടനെ തന്നെ സക്കരിയാന്റെ മറുപടി പറഞ്ഞയക്കാൻ പറ്റൂല എന്നായി. അത് ശരി. അപ്പൊ അങ്ങനത്തെ ഒരു വിമൻസ് കോളേജ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? അതും പറ്റൂല എന്നായി സക്കരിയ.
ഉടനെ തന്നെ വീണ്ടും അല്ല അങ്ങനെ പെണ്ണുങ്ങള് പഠിക്കുന്നിടത്തേക്ക് ഇനി നമുക്ക് ആൺകുട്ടികളെ പറഞ്ഞേക്കാൻ പറ്റും. കാരണം അവിടെ പെണ്ണുങ്ങളില്ലേ, പെണ്ണുങ്ങളുള്ളിടത്തേക്ക് ചിലപ്പോ ആൺകുട്ടികളെയും പറഞ്ഞിട്ടുണ്ടാവൂലല്ലോ. അപ്പൊ പിന്നെ അതിന് വല്ല മാർഗം സക്കരിയ പറഞ്ഞ അതും പറ്റൂല ആർന്നും ഉടനത്തെ അപ്പൊ അതും പറ്റൂല എന്നാണ് എന്റെ അഭിപ്രായം എന്ന് സക്കരിയ രേഖപ്പെടുത്തി. ഉടനെ തന്നെ ഈ വിളിച്ച ആള് പറഞ്ഞു, മൗലവി ഇങ്ങളെ കാര്യത്തിൽ എനിക്കൊന്ന് ആലോചിക്കാനുണ്ട് പറഞ്ഞു. വിളിച്ച ആള് പറഞ്ഞു, ഇങ്ങളെ കാര്യത്തിൽ മൗലവി ഇങ്ങളെ കാര്യത്തിൽ എനിക്കൊന്ന് ആലോചിക്കാനുണ്ട്. കാരണം നിങ്ങളിപ്പോ എങ്ങോട്ടാ പോണെന്ന് എനിക്കൊരു പിടുത്തം കിട്ടിയിട്ടില്ല. സംഭവം എന്താന്ന് ഞാൻ പറഞ്ഞുതരാം ഒന്നും കൂടെ. ഇയാള് പിടിച്ചിരിക്കുന്നത് സക്കരിയ പിടിച്ചിരിക്കുന്നത് ആരെയാന്ന് വെച്ചാൽ മുഖ്ബിൽ അൽ വാദിഈ എന്നൊരു ഇവരെ വലിയ നേതാവുണ്ട്. മുഖ്ബിറുൽ വാദിഈ എന്ന് പറഞ്ഞ ഇവരെ വലിയൊരു നേതാവുണ്ട്. ആ നേതാവിനെ മുറുകെ പിടിച്ചുകൊണ്ടാണ് സക്കരിയ മുന്നോട്ട് പോകുന്നത്. മുഖ്ബിലുൽ വാദി അദ്ദേഹത്തിന്റെ സ്ഥലമാണ് യമനിലെ ദമ്മാജ്. ദമ്മാജ് എന്നല്ലേ? യമനിൽ ദമ്മാജ് എന്ന് പറഞ്ഞ സ്ഥലം, അവിടെയാണ് അത്ര അദ്ദേഹത്തിന്റെ കേന്ദ്രം. അദ്ദേഹത്തിന്റെ ആദർശ ആശയങ്ങളുമായിട്ടാണ് സക്കരിയ മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തിന്റെ ആശയത്തിൽപ്പെട്ടതാണ് ഈ ലവാബിത്തും ഫവാബിത്തും ഒക്കെ. ഈ ലവാബിത്തും ഷറായിത്തും ഒക്കെ അദ്ദേഹത്തിന്റെ ആദർശത്തിൽ പെട്ടതാണ്. അത് എടുത്തു കൊണ്ടുവന്നിട്ട് ഇവിടെ സംഘടനയ്ക്ക് അഥവാ KNM ഇതുവരെ സ്വീകരിച്ച നയങ്ങളൊക്കെ സലഫിയത്തിന് പുറത്താണ്. അതുകൊണ്ട് സലഫിയത്തിൽ അധിഷ്ഠിതമാവണം KNM എന്നൊരു സംഘടന നിലനിൽക്കണമെങ്കിൽ എന്നായി മൂപ്പരുടെ വാദം. അതുകൊണ്ടാണ് ഇവർക്ക് ദമ്മാജികൾ എന്ന പേര് കൊടുത്തത്. ഇയാളാണെങ്കിൽ പറയുന്നത് സംഘടന തന്നെ അനിസ്ലാമികമാണ്, പാടില്ലാത്തതാണ്. അതുകൊണ്ടാണ് ഇയാൾ ഹിസ്ബിയാക്കൾ എന്ന് മറ്റൊരെയും പേര് കൊടുത്ത് വിളിക്കുന്നത്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ സുഹൃത്തുക്കളെ? അപ്പൊ ഇതിലിപ്പോ ഒരുപാട് വിശദീകരിക്കേണ്ടതുണ്ട്. ഇതിലിപ്പോ പ്രധാനമായി ഇപ്പൊ സക്കരിയ പറഞ്ഞ എന്താ ഒരു ആരോപണം, ആ കൂട്ടത്തിൽ ഇപ്പൊ നമ്മളെ സുന്നികളെയും കൂടി വെച്ചിട്ടിട്ട് പറഞ്ഞത്, മുജാഹിദുകൾ പണ്ടൊക്കെ വന്ന് സുന്നികൾ മാത്രമുള്ള സ്ഥലത്ത് വന്നിട്ട് പ്രസംഗിക്കുമ്പോ അവരിവിടെ വന്ന് വഹാബി ഒന്ന് കുഴപ്പമുണ്ടാക്കിയെന്ന് പറയും, ഫിത്ന ഉണ്ടാക്കിയെന്ന് പറയുമെന്ന്. അത് ശരി തന്നെയാണല്ലോ. എന്നിട്ട് അതിന് കാരണം എന്താ അദ്ദേഹം പറഞ്ഞത്, അവിടെ നമ്മൾ തൗഹീദ് എന്ന് പറഞ്ഞാല് എന്നാണ്. ഏത് തൗഹീദാണ് ജക്കരിയയോ ജക്കരിയന്റെ അനുയായികളോ കേൾക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവരോട് ചോദിക്കുന്നു, നിങ്ങൾ ഏത് തൗഹീദ്? നിങ്ങൾ പണ്ട് പറഞ്ഞതിനെ എല്ലാവരോടും ഒന്നായിരിക്കണ കാലത്ത് പറഞ്ഞ തൗഹീദോ, രണ്ടായപ്പോ പറഞ്ഞ തൗഹീദോ, അതോ 8ഉം 10ഉം ഇപ്പൊ 18ഉം ആയപ്പോ പറയുന്ന തൗഹീദോ? അത് ഫിത്ന തന്നെയാണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെട്ടില്ലേ? ആ ഫിത്നയിൽ കടന്ന് സക്കരിയ അടക്കമുള്ള ആളുകൾ അഥവാ മുജാഹിദിന്റെ എല്ലാ മൗലവിമാരും ആ ഫിത്നയിൽ തന്നെയല്ലേ ഇപ്പോഴും ഉള്ളത്. നിങ്ങളെ തൗഹീദ് ഇപ്പോഴും തീരുമാനമായോ? അപ്പൊ മുസ്ലിം ഉമ്മത്തിന്റെ വിശ്വാസം അത് തകർക്കാൻ വേണ്ടിയിട്ട് വഹാബി പ്രസ്ഥാനം ഫിത്ന തുടങ്ങിയ കാലം മുതൽ ഇപ്പോഴും എന്തുതന്നെയാണ്, ആ ഫിത്നയിൽ നിങ്ങൾ തന്നെ കടന്ന് വട്ടം കറങ്ങുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ ഫിത്നയാണെന്നുള്ള എല്ലാവർക്കും ബോധ്യപ്പെട്ടില്ലേ? പിന്നെ പെണ്ണുങ്ങളെ കാര്യം, അത് പെണ്ണുങ്ങളെ മുന്നിൽ തന്നെ ഇരുത്തിയിട്ട് ക്ലാസ് നേരിട്ട് മറയൊന്നുമില്ലാതെ നടത്തിയില്ലെങ്കിൽ എങ്ങനെ പിന്നെ അബ്ദുൽ ലത്തീഫ് മൗലവി എന്ന് പറയുന്നവരുടെ ഒരു മൗലവി ഉണ്ടല്ലോ, എന്ത് ലത്തീഫ് മൗലവി എന്തായിരുന്നു ഇവരുടെ ഒരു മുജാഹിദിന്റെ എന്ത് മൗലവിയാണ്? നമ്മളാ മറ്റേ മൊട്ട അടിക്കൽ കുഫറാണ്, മൊട്ട കുഫറാണെന്ന് പറഞ്ഞ KV അബ്ദുൽ ലത്തീഫ് മൗലവി. KV അബ്ദുൽ ലത്തീഫ് മൗലവി. KV അബ്ദുൽ ലത്തീഫ് മൗലവിക്കൊക്കെ ക്ലാസ് എടുക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ പെണ്ണുങ്ങൾ ഇങ്ങനെ മുമ്പിൽ കുത്തിരിക്കുമ്പോ അതിന്റെ ഇടയിൽ മാറട്ടാ പിന്നെ എങ്ങനെ മൂപ്പർക്ക് ക്ലാസ് വരിക? അതുകൊണ്ട് സക്കരിയെ പോലുള്ള ആളുകൾ അങ്ങനെ നടത്താൻ പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ പെണ്ണുങ്ങളെ ക്ലാസ് ഉണ്ടാവും. പിന്നെ സക്കരിയ പറഞ്ഞ എന്താണ്, അതിനെ എതിർത്തുകൊണ്ട് പറഞ്ഞ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പള്ളിക്കൽ എന്തിനാ നമ്മൾ പെണ്ണുങ്ങളെ വേറാക്കണത്? അതല്ലെങ്കിലും പാടില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വേറാക്കിയിട്ടുണ്ടോ സക്കരിയ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ കാലത്ത് അങ്ങനെ മസ്ജിദുൻ നബവിയിൽ വേറൊരു റൂം ഉണ്ടാക്കിയിട്ട് അതിലാക്കി കയറുന്നോ പെണ്ണുങ്ങളെ വന്ന കാലത്ത്? അല്ലല്ലോ. അപ്പൊ തീർച്ചയായും എന്ത് ചെയ്യണം? പെണ്ണുങ്ങളെ മറ്റുള്ളവരുടെ കൂട്ടത്തിൽ തന്നെ ഇരുത്തണം. തീർച്ചയായും മുജാഹിദിന്റെ പള്ളികളിൽ സമീപ ഭാവിയിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് കാണാൻ കഴിയും. എന്ത്
പെണ്ണുങ്ങളെക്ക് വേണ്ടിയുള്ള മറയോ അല്ലെങ്കിൽ ചുമരോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൊളിച്ചു മാറ്റിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് വന്ന കാലത്തുണ്ടായിരുന്നത് പോലെ പെണ്ണുങ്ങളെ അണിനിരത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. പിന്നെ ആളുകളെ കണ്ണുപൊടിയിടാൻ വേണ്ടിയിട്ട് ഇവര് സലഫിയത്ത് എന്താണ് ആ സലഫിയത്ത് എന്ന് നിങ്ങൾക്കൊന്ന് വിശദീകരിക്കാമോ? എന്റെ ശബ്ദം കേൾക്കുന്ന വല്ല മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അനുഭാവികളോ മൗലവിമാരോ ഇപ്പോ റൂമിലുണ്ടെങ്കിൽ അവരാരെങ്കിലും വന്ന് ഞങ്ങൾക്കൊന്ന് വിശദീകരിച്ചു തരുമോ? ഞങ്ങളൊന്നും ചെയ്യുന്നില്ല, നിങ്ങൾക്ക് മൈക്ക് തരാം. നിങ്ങൾ പറയുന്ന ഈ സലഫിയത്ത് എന്ന് പറയുന്നത് എന്താണ് സാധനം? അതൊന്ന് പറഞ്ഞു തരാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ മൈക്കിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളെ ഉസ്താദുമാര് പണ്ടേ പറയലുള്ള എന്താണ്, നമ്മൾ പൂർവികരായ മഹാന്മാരെ പിൻപറ്റണം, അവരെ അനുധാവനം ചെയ്യണം എന്നായിരുന്നു. അപ്പൊ ഇവരെന്താ പറയല്? ഇവര് സാധാരണ മുജാഹിദീങ്ങൾ പ്രസംഗിക്കാറുള്ളത് കണ്ടോ? മക്കയിലെ മുശ്രിക്കീങ്ങൾ പറഞ്ഞതുപോലെ കാക്കകാരണന്മാരെ പിൻപറ്റണം എന്നാ പറഞ്ഞത്, ഖുർആനും സുന്നത്തും അല്ലാന്ന് കണ്ടോ. ഇപ്പൊ നമ്മള് പറഞ്ഞിടത്തേക്ക് ഇങ്ങനെ പതുക്കെ അടുക്കുകയാണ് പേര്. പക്ഷെ നമ്മൾ പറഞ്ഞതിട്ട് വളരെ അന്തരമുണ്ട് കേട്ടോ. നമ്മളെ സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കൾ പറഞ്ഞതിട്ട് വളരെ അന്തരമുണ്ട്. ഇപ്പൊ അടുക്കളത് കണ്ടങ്ങള് സലഫിയത്ത്. എന്തേ ഖുർആനും സുന്നത്തും വിട്ടോ? ജക്കരിയ ജിന്നൂരികളെ മൊത്തം മുജാഹിദീങ്ങളോട് ഞങ്ങൾ ചോദിക്കുന്നു, ഖുർആനും സുന്നത്തും വിട്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞിരുന്ന അങ്ങനെ ഒരു സലഫിയത്ത് എന്ന് പറഞ്ഞിട്ടൊന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഖുർആനും സുന്നത്തും മുറുക്കി പിടിച്ചോളിന്നല്ലേ? പിന്നെ എവിടുന്ന് കിട്ടി ഈ സലഫിയത്ത് എന്ന് പറഞ്ഞത്? അപ്പൊ ഇവർക്ക് മനസ്സിലായി എന്ത്? ഒക്കെ പോട്ടെ, കേരളത്തിലെ മുജാഹിദീങ്ങൾക്ക് ഒരു ചെറിയ പ്രശ്നം, ജിന്നിന്റെ ഒരു പ്രശ്നം വന്നപ്പോഴേക്ക് അവർക്ക് തീരുമാനിക്കാൻ ഖുർആനും തികയുന്നില്ല, സുന്നത്തും കിട്ടിയതൊന്നും പഠിച്ചതൊന്നും വെച്ച് നോക്കിയിട്ട് തികയുന്നില്ല. എന്നിട്ട് അവസാനം അവരെന്താ ചെയ്തത്? കേസിലുള്ള ചില പണ്ഡിതന്മാരുണ്ട്, വഹാബി പണ്ഡിതന്മാര്. എന്നിട്ട് അവർക്ക് കത്തെഴുതി മലയാളത്തില് കത്തെഴുതിയിട്ട് അറബി അറിയുന്ന ഒരാള്, കേസയിലുള്ള വേറൊരു മലയാളി, അയാളത് അവിടെ പരിഭാഷപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് അതിന് കിട്ടിയ മറുപടി, ആ ഫത്വ അതേറ്റാണ് എന്ത് ചെയ്യണത്? ഇപ്പൊ കേരളം അടക്കം നടക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. നമ്മളെ ആ അബ്ദുറഹ്മാൻ കലക്കിയൊക്കെ കേസിലെ പണ്ഡിതന്മാരുടെ ഫത്വ എന്ന് പറഞ്ഞ് വായിച്ചിട്ടാണ് അവർ ആ വിഷയം കൈകാര്യം ചെയ്യുന്നത്, ചർച്ച ചെയ്യുന്നത്. അതിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. പ്രധാനമായ ഒരു കാര്യം, മുജാഹിദ് പ്രസ്ഥാനം ഇക്കാലം വരേക്കും സാധാരണക്കാരായ ജനങ്ങളെ പറഞ്ഞു പറ്റിച്ചിരുന്നത് ഫൈൻ തനാസായത്തും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ എന്നായിരുന്നു. നിങ്ങൾക്കിടയിൽ വല്ല തർക്കമോ ഭിന്നതയോ മതകാര്യത്തിലുണ്ടായാൽ നിങ്ങളത് ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കണമെന്നാണ്. ഇപ്പോൾ കേരളത്തിലെ മുജാഹിദുകളുടെ തീരുമാനം അല്ല, അത് കേസിലേക്ക് മടക്കണം എന്നാണ്. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ സുഹൃത്തുക്കളെ? ഇപ്പൊ ഖുർആനിലേക്കും സുന്നത്തിലേക്കും അല്ല, പിന്നെ എവിടേക്ക് മടക്കണം? കേസിലേക്ക് മടക്കണം. കണ്ടോ എത്ര പരിതാപകരമാണ്. ഇപ്പൊ ജിന്നിന്റെ പേരിൽ പിളർന്ന ജിന്നൂരി ഗ്രൂപ്പ് ഇപ്പോ സക്കരിയ ഗ്രൂപ്പ് ഒന്ന് വേറെയും ഫൈസൽ ഗ്രൂപ്പ് വേറെയുമായി മാറിയിരിക്കുന്നു. അണകള് എന്തേ വിഷയം? എന്തുകൊണ്ട് ഇങ്ങനെ പിളർന്നു മുജാഹിദ് സുഹൃത്തുക്കൾ? ഇവര് ഖുർആനും സുന്നത്തുമാണ് പറയുന്നത്, ഖുർആനിലേക്കും സുന്നത്തിലേക്കുമാണ് ജനങ്ങളെ ക്ഷണിക്കുന്നത് എന്ന് തെറ്റിദ്ധരിച്ചിട്ടുള്ള സാധാരണക്കാർ ചിന്തിക്കണം. ശരിക്ക് ഇവരിത്രയും കാലം പറഞ്ഞിരുന്നത് എന്തായിരുന്നു? നിങ്ങൾക്കിടയിൽ വല്ല തർക്കവും, ദീനീ കാര്യത്തിൽ വല്ല തർക്കവും വന്നാൽ നിങ്ങൾ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കണമെന്നല്ലേ? എന്തേ ഇപ്പൊ ഖുർആനും സുന്നത്തൊക്കെ കൈവിട്ടോ? എന്തുകൊണ്ട് മടങ്ങുന്നില്ല? എന്തുകൊണ്ട് മടക്കിയിട്ടും ചെയ്യുന്നില്ല? ഇവർ ഈ പ്രശ്നത്തിന് പരിഹാരം കാണുന്നില്ല.
ഇപ്പോഴും അവരെന്ത് ചെയ്യാണ്? കൂടുതൽ കൂടുതൽ പിളർന്നുകൊണ്ടിരിക്കുകയാണ്, തർക്കം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ? ഒറ്റ കാരണേ ഉള്ളൂ, വിവരമില്ല. വിവരമുള്ളവരെ മഹാന്മാരായ അഇമ്മത്ത് പൂർവികര് അവര് പഠിപ്പിച്ചു തന്നത് അംഗീകരിക്കാനും ഇവർ എന്തെയ്യുന്നില്ല, കൂട്ടാക്കുന്നില്ല. അതാണ് പ്രശ്നം. കണ്ടോ? ഖുർആനും സുന്നത്തും ഒന്നും ഈ സാധുക്കൾക്ക്, ഈ ജാഹിലീങ്ങൾക്കൊട്ട് അറിയില്ല. അതൊക്കെ അറിഞ്ഞ് പഠിച്ചിട്ടുള്ള മഹാന്മാരായ പൂർവികരെ അംഗീകരിക്കാനും ഇവർ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോ മുജാഹിദ് പ്രസ്ഥാനത്തിൽ എത്ര ഗ്രൂപ്പാന്ന് ചോദിച്ചാൽ അതിന്റെ നേതാക്കൾക്കും അനുയായികൾക്കും പോലും പറയാൻ സാധ്യമല്ല. മനസ്സിലായില്ലേ? ആ ഒരു പരുവത്തിലേക്ക് മുജാഹിദ് പ്രസ്ഥാനം ഛിന്ന ഭിന്നമായി പോയിരിക്കുന്നു. ഏതായാലും അൽഹംദുലില്ലാ, അതിൽ അകപ്പെട്ടു പോയിട്ടുള്ള, തെറ്റിദ്ധരിച്ച് കുടുങ്ങിപ്പോയിട്ടുള്ള സാധാരണക്കാർക്കൊക്കെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ, ഈമാൻ സലാമത്താക്കാൻ പറ്റിയ സന്ദർഭമാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്റെ ശ്രോതാക്കളിൽ ആ പ്രസ്ഥാനങ്ങളുടെ ആശയത്തിൽ കുടുങ്ങിപ്പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം തൗബ ചെയ്ത് മടങ്ങിക്കോളൂ. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പാന്താവിലേക്ക്, അഥവാ പൂർവികരായ നമ്മുടെ മുൻഗാമികളായ അഇമ്മത്ത് മഹാന്മാർ അവരൊക്കെ പഠിപ്പിച്ചു തന്ന ആ ഇസ്ലാമിന്റെ തനതായ ആശയത്തിലേക്ക്, റൂട്ടിലേക്ക് മടങ്ങിക്കോളൂ. അല്ലാഹു തആല എല്ലാവരെയും രക്ഷപ്പെടുത്തട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് തൽക്കാലം മൈക്ക് റിലീസ് ചെയ്യുന്നു. മറ്റുള്ളവർക്കൊക്കെ മൈക്കിൽ വരാവുന്നതാണ്. ശ്രോതാക്കൾക്കൊക്കെ മൈക്കിൽ വന്ന് ഓരോരുത്തർക്കും ഇത്തരം കാര്യങ്ങളുമായുള്ള അഭിപ്രായങ്ങൾ പങ്കുവെക്കാവുന്നതാണ്. ആശയപരമായാലും അല്ലാത്തതാണെങ്കിലും അഭിപ്രായങ്ങൾ പങ്കുവെക്കാൻ വേണ്ടി എല്ലാ ശ്രോതാക്കളെയും മൈക്കിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും.